ഇത് സംഭവിക്കാം. മുന്നിലൊരു വളവ് തിരിയുമ്പോ ആന വരാം. അങ്ങനെയുള്ള മൂന്ന് കുട്ടിയും രണ്ട് വലിയ ഫീമെയിലും അതെ പാല് കുടിക്കുന്നുണ്ട്. ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. വണ്ടിയുടെ ഒച്ച ഉള്ളതുകൊണ്ട് ഈ വണ്ടി ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക. ഇതുകൊണ്ട് ഇത് വന്യ സൈസ് സാധനമാണ്, ഭയങ്കര സൈസാണ് ഇത്. നമുക്ക് വരുന്ന വഴി ഇതിൻ്റെ അകത്ത് കാട്ടിൽ നിന്ന് കിട്ടാനായിട്ട് വലിയ പാടാണ്. കഴുത്തിൽ ഇത് കൊത്തി കഴിക്കുക. അതിൻ്റെ ഹോർമോൺസിൻ്റെ എന്തോ ആളെ നമ്മളെ കണ്ട ഫീമെയിലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. 3 ആളുണ്ട്. അത് രാവിലെ വൈകുന്നേരങ്ങൾ പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് പോകുന്നത് കേരളത്തിലെ മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാട്ടുവഴി കിടയാണ്. അപ്പം നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മുടെ കോന്നിയിൽ നിന്ന് അച്ചൻകോവിൽ വരെ. അപ്പം നമ്മൾ കല്ലേലി അടുക്കാറാകുന്നു. അപ്പം നമ്മൾ അത് രാവിലെ തന്നെ കാട്ടിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ അടുത്ത കാലത്തൊരു വീഡിയോയിൽ മറ്റേ കരിമ്പുലിയെ കണ്ട ഈ റൂട്ടിലാണ്, അച്ചൻകോവിൽ പോകുന്ന റൂട്ടിൽ. അപ്പം നമുക്ക് എന്തെങ്കിലും ആനിമൽസിനെ കാണുമോ എന്നുള്ളത് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. നമുക്ക് യാത്ര തുടങ്ങാം. അത് രാവിലെ ആയതുകൊണ്ട് തന്നെ ആനയുടെ ശല്യം റോഡിലുണ്ടെന്നാണ് നമുക്കിവിടെ ചെക്ക് പോസ്റ്റിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാം. നമ്മളോട് നോക്കി പോകാനെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഹോണോ കാര്യങ്ങളോ ഒന്നും അടിക്കല്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ റോഡ് അല്പം മോശമാണെന്ന് പറഞ്ഞു. നല്ല ആനയുടെ ശല്യം റോഡിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എന്തായാലും ഫ്രണ്ടിലോട്ട് പോകാം. ആ ഫ്രണ്ടിൽ ആക്റ്റീവായി പോകുന്ന ചേട്ടൻ ഇപ്പം ഞങ്ങളോട് സംസാരിച്ചായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ പറയുന്നത് ഈ ആറിൻ്റെ തീരം നോക്കി പോയാൽ മതി, ആനയെ കാണാൻ ചാൻസ് ഉണ്ട്, പിന്നെ ഹോണൊന്നും അടിക്കല്ല്, ഇച്ചിരി ഡേഞ്ചറാണ് ഇവിടുത്തെ ആനകളെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ കല്ലേലി പാലത്തിൻ്റെ അവിടെ നമുക്ക് ഇവിടുന്ന് നേരെ കാണുന്ന വഴിയാണ്. ഇത് കല്ലേലി പാലം ഇടത്തോട്ടുള്ള, നമുക്ക് നേരെയാണ് പോണ്ടേ. നമ്മളെന്തായാലും അവിടുന്ന് കാട്ടിനകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ആനയുടെ ക്രോസിങ് ഉണ്ടാകുമെന്ന് ഇവിടുന്ന് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് പറഞ്ഞേ. അപ്പം നമുക്ക് നോക്കാം, പയ്യെ പോകാം. വണ്ടി റോഡ് മോശമായതുകൊണ്ട് നമ്മൾ സ്വിഫ്റ്റിലാണ് വന്നിരിക്കുന്നത്, പാടി തട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം. റോഡ് ഭയങ്കര മോശം കേട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 30 കിലോമീറ്ററോളം ഉണ്ട് ഈ കാട്ടുവഴി അച്ചൻകോവിൽ വരെ. അപ്പം ഈ 30 കിലോമീറ്ററിൻ്റെ അടുത്ത് ഒരു മുക്കാഭാഗവും ഏകദേശം റോഡ് ഇതുപോലൊക്കെ തന്നെ. നമുക്ക് എന്തായാലും ഫ്രണ്ടിലോട്ട് പോവാം. ഇടിച്ചു പൊളിച്ച് കയറിപ്പോയിരിക്കുന്നു. അല്ലേ അത്യാവശ്യം നല്ല രീതിയിൽ വഴി പോയി കിടക്കും കേട്ടോ. ഭയങ്കര മോശമാണ്. അപ്പോൾ കയറിയപ്പോൾ തൊട്ടേ അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് കണ്ടമാനം പോയി കിടക്കുകയാണ്. ഇച്ചിരി ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അടി എത്താനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അന്നത്തെ ആ ഒരു കുഴി ഇതാണ്. നമ്മൾ ഇതിനു മുമ്പ് അച്ചൻകോവിൽ വന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണാം. അന്ന് ഞങ്ങൾ ബൈക്കിനാണ് വന്നത്, ഇപ്രാവശ്യം കാരണമാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണാം. അവർക്ക് പേടിയില്ല കേട്ടോ. ഒരു പയ്യെ അങ്ങ് നടന്ന് ഫ്രണ്ടിലോട്ട് പോവാ വണ്ടി അടുത്തെത്തുമ്പോൾ. സാറിന് ഇത് നമ്മളെ കണ്ട അപ്പോൾ സ്ഥലം വീടുണ്ടാവാ. നമുക്ക് കാട്ടിയെ കിട്ടി കേട്ടോ. ഏറ്റവും സാധനം
ചോന സാധനമാണ്. വയ്യ താഴെ പോവാം. ഇവിടെ കിടക്കുമായിരുന്നു. നമ്മൾ വണ്ടി ഔട്ടിയപ്പോഴത്തേക്ക് അവൻ ഇവിടെ വേറെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഫീമെയിൽസ് ഉണ്ട്. അതുകൊണ്ട് ഇതുണ്ടല്ലേ, വേറെ ഫീമെയിൽസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഈ ഭാഗത്തായിട്ട് നിപ്പുണ്ട്. ഇതുണ്ടോ, ഇതിനിടയ്ക്കൊക്കെ നിപ്പുണ്ട്. ആ മെയില് സൂപ്പർ മെയിലാ. അതിൻ്റെ വാലുണ്ടോ, നല്ല ഭംഗിയല്ലേ. അങ്ങനെ തന്നെ അവിടെ തന്നെ ഉണ്ട്. എന്നെ ഭംഗിയാന്ന്. പുറകെ കൂടെ ബൈക്ക് വരുന്നുണ്ടോ? ഇത് നേരത്തെ പോയവരാണ് അവിടെ. അവിടെ തന്നെ വണ്ടി ഉണ്ട്. അതാ ബൈക്ക്. ഫീമെയിലെ ആകർഷിക്കുന്നുണ്ടോ? രണ്ടെണ്ണം ഉണ്ടായിരുന്നു. മറ്റേത് വണ്ടി വരുന്ന കണ്ടിട്ട് പീലി അങ്ങ് ചുരുട്ടി. പക്ഷെ ഇതിന്റെ പീലി ഭയങ്കര വലിയ പീലി കേട്ടോ. മറ്റേതിന് പൊഴിഞ്ഞിട്ട് കിളുത്ത് വരുന്നതേ ഉള്ളൂ. ഫീമെയിലിനെ ആകർഷിക്കുന്ന ഇങ്ങനെ മയില് പീലി വിടർത്തി ഇങ്ങനെ നൃത്തം ചെയ്യുന്നത്. ആടാ സൂപ്പർ, നല്ല രസം ഉണ്ടായിരുന്നല്ലേ. നമുക്ക് കാട്ടിയെ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ചെങ്ങുദൂരത്താണ്. ഈ കാണുന്ന അച്ചൻകോവിൽ ആറാണ്. അവിടെ നിന്ന് വെള്ളം കുടിക്കുക ഉണ്ടോ. മൂന്നാലഞ്ചെണ്ണം ഉണ്ടേ. എല്ലാം ഫീമെയിൽ ആട്ടോ, മെയിലൊന്നും ഇല്ലാന്ന് തോന്നുന്നു. 3 കുട്ടിയും 2 വലിയ ഫീമെയിലും. അതെ, പാല് കുടിക്കുന്നുണ്ടോ ഒരു കുട്ടി. അതെ, 4 കുട്ടിയും 2 വലിയ ഫീമെയിലും ആണ്. ക്രോസ് ചെയ്ത് പോവാണ്. എല്ലാം ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലോട്ട് പോവാം. 2 തീരെ പൊടി കുട്ടികളുണ്ട് കേട്ടോ. രണ്ട് തീരെ പൊടി കുട്ടികൾ.
ഇതിലേ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ആറിൻ്റെ തീരത്ത് നമ്മൾ നല്ല ശ്രദ്ധിച്ചു വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ആനിമൽസിനെ കാണാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. പ്രത്യേകിച്ച് രാവിലെ വരുന്ന സമയത്ത് എന്തെങ്കിലും കാണാം. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ സമയങ്ങളിൽ ഈ ആറിൻ്റെ തീരങ്ങൾ ശ്രദ്ധിച്ചു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഇപ്പോൾ വേനലായി വരുന്നുണ്ടല്ലോ. അപ്പം ഈ ഇവിടെ അച്ചൻകോവിലും ഇപ്പം ആറ്റിലും വെള്ളം കുറഞ്ഞിട്ട് അപ്പം ഇതിങ്ങനെയുള്ള ആനിമൽസിനെ കാണാനായിട്ട് നല്ല ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ഈ ആറിൻ്റെ തീരങ്ങൾ ശ്രദ്ധിച്ചു വന്നാൽ മതി. മറ്റേങ്ങൾ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അല്ല, അത് ഒരെണ്ണം മെയിലാന്ന് തോന്നുന്നത്. എൻ്റെ ആ പുറകിൽ നിൽക്കുന്നത് കണ്ടിട്ട്. അല്ല, അതും ഫീമെയിലാണ്. ഫീമെയിൽ, എല്ലാം ഫീമെയിൽ. അവിടെ കുട്ടികൾ തള്ളയുടെ കൂടെ കയറി പോവാണ്. നല്ല രസമുണ്ടല്ലേ നിങ്ങളെ കാണാനായിട്ട്. അത് വലുതായി വരുന്തോറുമാണ് കളർ മാറി മാറി ഈ മറ്റേ കാട്ടിയുടെ ഇപ്പം കറുത്ത ആ ഒരു ഡാർക്ക് കളറിലൊക്കെ വരുന്നത്. കയറിപ്പോയി. അത് ഇപ്പം ഇത് രണ്ടു വീടുള്ളൂ. നിങ്ങളും പയ്യെ മൂവ് ചെയ്യുകയാണ്. അപ്പം നേരെ ആ സൈഡ് ക്രോസ് ചെയ്ത് പോകാനായിട്ടാണ്. അതും ക്രോസ് ചെയ്ത് ആ ഭാഗത്തോട്ട് തന്നെ ആവും. നമുക്ക് വരുന്ന വഴി കിട്ടുകയാണ് മലയാളം. അങ്ങനെ ചെടിയിലിരുന്നിട്ട് ആ പൂക്കളൊക്കെ പറിച്ച് താഴ്ത്തിട്ട് വരുന്നു. ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ വണ്ടി ഓണായോണ്ടേ ഈ വണ്ടിയിലോട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. പാല് കിടക്കുന്നുണ്ടതായിട്ട്. നല്ല രസമുണ്ടല്ലേ. ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. വണ്ടിയുടെ ഒച്ച ഉള്ളതുകൊണ്ടേ ഈ വണ്ടി ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക. ഇവിടുന്ന് മേളിൽ നിന്ന് വെയിലടിക്കുമ്പോഴത്തേക്ക് എന്റെ ദേഹം കിടന്ന് തിളങ്ങുന്നുണ്ടോ. നമ്മൾ ഇപ്പൊ കാണുന്നതാണ് ഈ അച്ചൻകോവിൽ അമ്പലം. ഇപ്പം വൈകിട്ടായപ്പോഴത്തേക്ക് ഇനി തിരിച്ച് ഇതിലെ തന്നെ കോന്നിക്ക് പോവാണേ. അപ്പം നമ്മളിത് കാട്ടിലോട്ട് കയറുക. ഇപ്പം എന്തെങ്കിലും ഇനി തിരിച്ചു പോകുന്ന വഴിക്ക് നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് കാട്ടിയെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2-3 ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് വലിയ ഒരെണ്ണം നിൽപ്പുണ്ട്. പക്ഷേ ഈ കാടിനിടയിലായതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഇവന്മാരെ കിട്ടുന്നില്ല അങ്ങോട്ട്. ഇതുണ്ടോ, നമ്മൾ നോക്കട്ടെ. ഇത് ഫോക്കസ് മാറി. നമുക്ക് കാട്ടിയെ കിട്ടിയിട്ടുണ്ട്. കുട്ടികളുണ്ട് ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ വലിയ ഒരെണ്ണം നിൽപ്പുണ്ട്. പിന്നെ ആ കാടിനകത്തായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. അവിടെ ആ ഭാഗത്തായിട്ട് എല്ലാം നിൽപ്പുണ്ട്. ഉണ്ടോ, ഇവിടെ ഒരെണ്ണം നിൽപ്പുണ്ട്. പിന്നെ അതിൻ്റെ ഇതുണ്ട്. ഇത് വന്യ സൈസ് സാധനമാണ്. ഭയങ്കര സൈസാണ് ഇത്. ഇപ്പം നമ്മൾ വരുന്ന വഴി ഇതിൻ്റെ അകത്ത് കാട്ടിൽ നിന്ന് കിട്ടാനായിട്ട് വലിയ പാടാണ്. കാരണം ഫുള്ള് ഈ കാട് കയറി കിടക്കുന്നുണ്ട്.
ഈ മരങ്ങൾക്കിടയിൽ കിട്ടാനായിട്ട് വലിയ പാടാ. കണ്ടോ എന്നാ സാധനം ഒന്നും എൻ്റെ മസിൽ കണ്ടോ. അത്യാവശ്യം ഇച്ചിരി ദൂരത്താണ് നിൽക്കുന്നത്. എണ്ണയൊക്കെ തേച്ച് നിൽക്കുന്നവരുണ്ട്. നമ്മൾ പിള്ളേരെയൊക്കെ എണ്ണ തേച്ചിട്ട് കുളിക്കാൻ രാവിലെ നിർത്തത്തില്ല, കൊച്ചു പിള്ളേരെ എന്ന് പറഞ്ഞ പോലെ എണ്ണ തേച്ചിട്ട് ഉണ്ടോ അതിന് ദേഹത്തോട്ട് വെയിലടിച്ചിട്ട് അതിന്റെ ദേഹം കിടന്ന് ഇളകുന്നുണ്ടോ. കറുപ്പ് കൂടുതൽ മെയിലില്ല. അതങ്ങനെ കാട്ടില് മെയിലിനാണ് കറുപ്പ് കൂടുതൽ. അതേ കുട്ടിയെ കണ്ടോ. തീരെ ചെറിയ പൊടി കുട്ടിയാ. നമുക്ക് അടുത്തൊരു മ്ലാവിനെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ദേഹത്തുനിന്ന് മറ്റേ ആ കഴുത്തിന്റെ അവിടെ നിന്ന് അത് കുത്തി കഴിക്കുന്നുണ്ടോ ആ കിളി. കഴുത്തിൽ ഇത് കുത്തി കഴിക്കുക. അതിന്റെ ഹോർമോൺസിന്റെ എന്തോ സംഭവമാണ് പറയുന്നത്. അത് കറക്റ്റായിട്ട് ശാസ്ത്രീയമായിട്ട് അത് ഇതുവരെ തെളിയിച്ചിട്ടില്ല കേട്ടോ. ബ്രീഡിങ്ങിന്റെ സമയത്ത് എന്തോ ഉള്ള ആ ഒരു ഇതാണ്, ആനയ്ക്കൊക്കെ മതം വരുന്ന പോലെ അങ്ങനെ ഒരു സംഭവമാണെന്ന് പറയപ്പെടുന്നു. കറക്റ്റായിട്ട് എനിക്കും അറിയില്ല ഇതുവരെ ശാസ്ത്രീയമായിട്ട് എന്താന്നുള്ളത്. അതിനൊരു ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. അതിൽ നിന്ന് അത് കഴിക്കുന്നുണ്ടോ കുത്തി. ഇല്ലടാ, അത് കമ്പയിൽ ഇരിക്കുന്നുണ്ടോ കിളി. നേരത്തെ ഒരെണ്ണമായിരുന്നു തലയിരുന്നത്. അത് ഈ വലത് സൈഡിലിരിക്കുന്ന ആ കിളിയാണ്. അതിന്റെ ഇതിലിരുന്ന് കേട്ടോ. അതിന്റെ ദേഹത്ത് പാടുണ്ട് കേട്ടോ. ഫ്രണ്ട് കൈയുടെ അവിടെ പാടുണ്ട്. അതും ഇത് ആ കിളി ഇരുന്ന് കൊത്തുന്നുണ്ട്. ഓടിച്ചിട്ടു എന്തെങ്കിലും ആനിമൽസിന്റെ അറ്റാക്ക് ഉണ്ടായതാന്ന് തോന്നുന്നു. പോട്ടെ. നമുക്ക് അടുത്ത് ഒരു മ്ലാവിനെ കിട്ടിയിട്ടുണ്ട്. ഇതും ഒരു ഫീമെയിലാണ്. നമുക്ക് ഇതിനു മുമ്പ് ഒരു മെയിലിനെ കിട്ടിയായിരുന്നു, പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അക്കരക്കരയല്ലായിരുന്നു, ഇക്കരെ സൈഡിലായതുകൊണ്ട് അവന് പെട്ടെന്ന് ഈ സൈഡിൽ നമ്മൾ നിൽക്കുന്ന സൈഡിന്റെ ഇടയിലെ കാടിന്റെ ഇടയിലോട്ട് കയറിപ്പോയി. അത് കാരണം അവനെ നമുക്ക് കിട്ടിയില്ല. ഞങ്ങൾ കണ്ടു, പക്ഷെ കിട്ടിയില്ല. ഒരു വലിയൊരു കാട്ടിയെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മെയിലാണ് അത്. ആളെ നമ്മളെ കണ്ടേ.
നമുക്ക് അടുത്ത് മ്ലാവുംകൂട്ടത്തെ കിട്ടിയിട്ടുണ്ട്. അങ്ങ് ദൂരത്താണ് കിടക്കുന്നത്. എന്താ വെള്ളത്തിൻ്റെ അവിടെ കിടക്കുന്നുണ്ടോ? എല്ലാം ഫീമെയിലാന്ന് തോന്നുന്നു കേട്ടോ. 3 ഉണ്ട്. സന്ധ്യ ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ഒരു വാച്ചറിനെ കണ്ടായിരുന്നു. അപ്പോൾ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ആന ഇച്ചിരി പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും അധിക നേരം നിൽക്കണ്ട. നല്ല ആനച്ചൂര് കുറയുന്നു, മണക്കുന്നുണ്ട്. ഞങ്ങൾ നോക്കുന്നുണ്ട്. ആന താരെയുള്ള സ്ഥലമാണ്. നമ്മൾ ഈ വഴി വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ആറിൻ്റെ സ്ഥലങ്ങൾ നോക്കി വരുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഒരുമാതിരി സാധനങ്ങൾ നമുക്ക് ഈ ആറിൻ്റെ സൈഡിൽ കാണാം. അതായത് അതിരാവിലെ വൈകുന്നേരങ്ങൾ. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരണ്ട, കിട്ടാൻ വലിയ പാടായിരിക്കും കേട്ടോ. കൂടുതലും സന്ധ്യ സമയത്താണ് കിട്ടുന്നത്. ഇച്ചിരി ഡേഞ്ചറാണ് വഴി. ആനയുടെ ശല്യം ഇച്ചിരി രൂക്ഷമാണ്. ഞങ്ങൾക്ക് നെക്സ്റ്റും ഒരു കാട്ടിയെ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ദൂരത്താ, പുല്ലിനിടയിൽ നിൽക്കുവാണേ. നമ്മൾ ഏകദേശം കല്ലേലി തിരിച്ചടുക്കാറായി. നമ്മുടെ ഏക പ്രതീക്ഷയായിരുന്നു ഇവിടെ നമുക്ക് ആനയെ കാണാൻ പറ്റുമെന്ന്. പക്ഷെ അത് നടന്നില്ല. ഇവിടെ ഇല്ല. ഇവിടെ ആകെ ഉണ്ടായിരുന്ന ഒരു ഒറ്റ കാട്ടിയാ. അവർ കിട്ടില്ല. മ്ലാവിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സൈസാണ്. ആശാൻ അവിടെ കിടക്കുക. അതുകൊണ്ടോ ഒരു പൊമ്പുണ്ടോ? നല്ല സൈസ് ഉണ്ട് കേട്ടോ. കാട് പയ്യെ ഇരുട്ടി തുടങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിലെ ഭയം പയ്യെ വർദ്ധിച്ചു വരാൻ തുടങ്ങി കേട്ടോ. കാരണം ഇത്രയും നേരം വലിയ ഭയമൊന്നും ഇല്ലായിരുന്നു. കാരണം ഇപ്പം ഒരു വിജനമായ ഒരു സ്ഥലം, ഞങ്ങൾ ഒറ്റയ്ക്ക് വണ്ടിയിൽ ഏത് നിമിഷം എന്ത് സംഭവിക്കാം, മുന്നിലൊരു വളവ് തിരിയുമ്പോൾ ആന വരാം, അങ്ങനെയുള്ള ഒത്തിരി ടെൻഷൻസ് ഇപ്പം നല്ലപോലെ കയറുന്നുണ്ട്. കാരണം കാട്ടിലേക്ക് ഇരുട്ട് വീണ് തുടങ്ങി. അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് പുറത്തിറങ്ങണം. അപ്പം ഇതിനടുത്ത് ആനയെ കാണാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലമുണ്ടെന്ന് ഞങ്ങൾക്ക് കുറച്ച് മുമ്പായിട്ട് ഇവിടുത്തെ ഒരു വാച്ചർ പറഞ്ഞായിരുന്നു. കണ്ടപ്പോഴത്തേക്ക് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ പുറത്തിറങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം ഇച്ചിരി ഡേഞ്ചറാണ് ആന എന്ന് പറഞ്ഞു. അവിടെ നിന്ന് നോക്ക് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അവിടെ നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് പുറത്തിറങ്ങും, ഉണ്ടേലും ഇല്ലേലും. കാരണം ഞങ്ങൾക്ക് നല്ല ഭയം വന്നു തുടങ്ങി. കാരണം കാട്ടിലേക്ക് ഇരുട്ട് വീണ്ട് ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് കാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഞങ്ങൾ കയറിപ്പോയ ആ ഒരു അവസ്ഥയല്ല ഇപ്പൊ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ആ സ്ഥലവും കൂടെ നോക്കിയിട്ട് നമുക്ക് നോക്കാം അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം നമ്മളിത് തിരിച്ച് കല്ലേലി അടുക്കാറാകുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടം വരെയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള ധാരാളം വീഡിയോസ് ഉണ്ട്. ഫോറസ്റ്റ് അങ്ങനെയുള്ള ഒത്തിരി വീഡിയോസ് ഉണ്ട്. കാണാത്തവരുണ്ടോ എന്ന് കയറി കാണുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അതുവരേക്കും ബൈ ബൈ.